കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ചൂടിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ നിന്നുള്ളൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമുക്ക് അറിയാം. ഷാഫി പറമ്പിൽ, മിക്കവാറും ഷാഫി പറമ്പിലാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. എത്ര വോട്ടിന് വിജയിക്കും എന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അത് പറയാൻ പറ്റില്ല. വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വടകര നിയോജകമണ്ഡലം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരമ്പരാഗത മണ്ണായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം കോൺഗ്രസ്സിന് കിട്ടി എന്നതൊഴിച്ചാൽ ഒരുപാട് സമര ചരിത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം പേറുന്ന മണ്ണാണ് വടകര. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കേരളത്തിലെ അറിയപ്പെട്ട മുൻ മന്ത്രി എന്നുള്ള നിലയിലും അല്ലാതെ തൻ്റേതായ ഇടപെടൽ കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ശൈലജ ടീച്ചർ, കെ ശൈലജ ടീച്ചർ MLA ആണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അതേപോലെ എതിരാളി കോൺഗ്രസ്സിലെ ഷാഫി പറമ്പിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുകയും വലിയ വിജയപ്രതീക്ഷ വരെ പുലർത്തിയിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ശ്രീധരൻ എന്ന മെട്രോമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ഒരു MLA എന്നുള്ളക്ക് ഷാഫി പറമ്പിലും തീർച്ചയായും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു നല്ല പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയുള്ള നിലവിലെ MP മുരളീധരൻ അവസാന നിമിഷം തൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ ലീഡർ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിൻ്റെ ഭാഗമായി വടകര മണ്ഡലം മാറി മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഈ വരവ് എന്തായാലും വടകരയുടെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തു തന്നെ ആയാലും അവസാനം ഇടതുപക്ഷത്തിലേക്ക് എത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. RMPയുടെ ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലമാണല്ലോ വടകര മണ്ഡലം. അപ്പോൾ ഈ RMP എത്രത്തോളം അവരുടെ ആ ഒരു സ്വാധീനം ഇടതുപക്ഷത്തെ ബാധിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ നേരത്തെ O ഭരതൻ വിജയിച്ച മണ്ഡലമായാണ് വടകര. പിന്നീടാണ് TP ചന്ദ്രശേഖരൻ്റെ വധത്തോടു കൂടി വടകരയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായത്. ഈ RMPയുടെ രൂപീകരണത്തിന് ശേഷവും വടകര ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. നേരത്തെ UDF വിജയിച്ചു കൊണ്ടിരുന്ന കുറ്റ്യാടി മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചതും UDFൻ്റെ പക്ഷത്തുണ്ടായിരുന്ന കൊയിലാണ്ടി മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വടകര നിയമസഭാ മണ്ഡലം ഒഴികെ മറ്റെല്ലാ മണ്ഡലവും ഇടതുപക്ഷത്തോട് ഒപ്പം തന്നെയാണ് ഒട്ടി നിൽക്കുന്നത്. RMPക്ക് ചെറിയ സ്വാധീനം മാത്രമേ ഈ മണ്ഡലത്തിലുള്ളൂ. അത് കേവലം വടകര മണ്ഡലത്തിലെ 1-2 പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ സ്ഥാനാർത്ഥിയുടെ ശൈലജ ടീച്ചറുടെ വരവോടുകൂടി RMP ഉയർത്തുന്ന ആ പ്രശ്നം ഓവർകം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്.